വള്ളത്തിൽ കയറി നമ്മളങ്ങനെ കണ്ടൽക്കാട് കാണാൻ പോവുകയാണ്. വെൽക്കം ബാക്ക് സാമ്പ്രാണിക്കുടി പാർട്ട് 3. അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വള്ളക്കാരൊരു 8 പേരുണ്ടെങ്കിലും അവർ തമ്മിൽ ഇവിടെ മത്സര കാര്യങ്ങളൊന്നും ഇല്ല. ഒരേ ടേൺ അനുസരിച്ചാണ് പോകുന്നത്. ഒരു വെള്ളം പോയിട്ട് കഴിഞ്ഞിട്ട് അടുത്ത വെള്ളം നമ്മൾ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഓട്ടോ കിടക്കുന്ന പോലെ ആ ഒരു രീതിയിലാണ് അവിടെ പോകുന്നത്. അവിടുത്തെ ആൾക്കാരെല്ലാം നേരെ ഒത്തിരി മേലോടെയാണ് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വള്ളത്തിൽ കയറിയപ്പോൾ തന്നെ ആദ്യം സൈഡിൽ ചെയ്യുന്നു വെള്ളത്തിലൊക്കെ കൈയിട്ട് ഊട്ടിക്കുക. ആൾ തുഴയുമല്ല, വെള്ളം മറ്റേ മോട്ടോർ വെച്ചിട്ടാണ് ഓടുന്നത്. പിന്നെ അതുകൊണ്ട് കുറച്ച് സംശയങ്ങളൊക്കെ ആയിരുന്നു മൊത്തം. ഏതാണ് അവിടെ വിടും കല്ല് വെച്ചേക്കുന്നത് കാണാം. ഇത് നമ്മൾ കണ്ടൽ കാടിനകത്ത് കായൽ മൊത്തം ഇറങ്ങി കാണാൻ കൊള്ളാമോ? ആ ജിഫ്റ്റ് അടിക്കുന്നു. തട്ടൂല, അതിലപ്പുറത്തോട്ട് കൊണ്ടുപോകും. നമ്മൾ വെള്ളത്തിൽ വീഴും. അങ്ങനെ അവൻ്റെ കുറച്ച് സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും കണ്ടൽ ഗാർഡനേക്ക് അകത്തേക്ക് കയറി. അതായത് നമ്മൾ കണ്ടൽ ഗാർഡൻ്റെ അടുത്തേക്ക് എത്തിയപ്പം ഇതൊന്നും അങ്ങനെ വരുന്ന എല്ലാവരും പോകുന്ന സംഭവമൊന്നുമല്ല. എല്ലാവരും ഒന്നും പോകത്തില്ല. എല്ലാവരും ഈ ഒരു തുരുത്തിൽ വന്നിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകത്തേ ഉള്ളൂ. ചുരുക്കം കുറച്ച് ആൾക്കാരാണ് വള്ളത്തിൽ കയറി ഈ കണ്ടൽക്കാട് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുന്ന ഈ തുരുത്തിൽ നിന്ന് വീണ്ടും ഉള്ളിലേക്കാണ് ഈ കണ്ടൽക്കാടുള്ളത്. നല്ല കാണാൻ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗമാണ് മെയിൻ സ്പോട്ട്. 2 കണ്ടലുകൾ കൂടെ നിൽക്കുന്നൊരു ഗുഹ പോലെ ചെറിയൊരു സ്പേസേ ഉള്ളൂ. എന്നാലും അതവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് പോയിൻ്റാണ്. ഇവിടെ വെച്ചാണ് വെള്ളം കറക്കി വീണ്ടും നമ്മുടെ ആ ഒരു തുരുത്തിലേക്ക് പോകുന്നത്. ഏതാണ്ട് 3/4 മണിക്കൂറോളം നമുക്ക് വെള്ളത്തിൽ അവിടെ ചുറ്റി കറങ്ങാനുള്ള കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ രസകരമായ നിമിഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും റിട്ടേൺ നമ്മൾ ആ തുരുത്തിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ കയറിയിട്ടാണ് വീണ്ടും നമ്മൾ എവിടെയാണ് പോകുന്നത്, നമ്മൾ ബോട്ട് ചട്ടിയിലേക്ക് പോകുന്നത്. ഈ സാമ്പ്രാണിക്കുടി വീഡിയോ മൊത്തമായിട്ട് കണ്ട ആൾക്കാർക്ക് വേണ്ടി ഒരു ചോദ്യമാണ് കേട്ടോ. സാമ്പ്രാണിക്കുടിയിലേക്ക് ബോട്ട് ചട്ടിയിൽ നിന്ന് ആ തുരുത്തിലേക്ക് പോകാനായിട്ട് ഒരാളിന് എത്ര രൂപയാണ് ബോട്ടിൽ ചാർജ് ആവുന്നതെന്ന് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുന്ന സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളോടൊപ്പം പോയ വെള്ളമൊക്കെ തിരിച്ച് റിട്ടേൺ തുരുത്തിലേക്ക് എത്തി. തുരുത്തിലെത്തിയതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് നമ്മൾ യാത്രയോടെ വൈൻഡപ്പ് ചെയ്യുന്ന ഒരു അവസാന നിമിഷം കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് സാമ്പ്രാണിക്കുടിയിലെ ഈ ഒരു യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചോദ്യത്തിന് ഉത്തരം കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളായിട്ടൊക്കെ വരാം. യാത്രകൾ തുടരുകയാണ്. ടാറ്റാ, ബൈ ബൈ.